ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ഈത്തപ്പഴം പൊരിച്ചതാണ്. ഈത്തപ്പഴം ഉള്ളിൽ നിറച്ച് പൊരിക്കുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. പല രീതിയിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന രീതി ഒന്ന് നോക്കാം കേട്ടോ. ആദ്യം ഒരു മുറി തേങ്ങ ചിരകി വെച്ചത്, അതിലേക്ക് ഒരു 3 ഏലക്കായ അത് പൊടിച്ചെടുത്തത്, പിന്നെ അതിലേക്ക് അണ്ടി, മുന്തിരി, ആവശ്യത്തിന് പഞ്ചസാര, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. ഇത് നമുക്ക് കാരക്കൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള തീനാണ്. തീന് കൂട്ട് പലരും പല പേരിൽ പറയും. തേങ്ങൻ്റെ ആ പച്ചക്കടി മാറി കഴിഞ്ഞ് വരുമ്പം അതിലേക്കുള്ള നമ്മൾ മാറ്റി വെച്ച ഈ അണ്ടി, മുന്തിരി, ഏലക്കായ് പൊടിച്ചത്, പഞ്ചസാര, അതെല്ലാം ഒന്ന് നന്നായിട്ടിട്ട് വറുത്തെടുക്കുക. നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അത് ചൂടാറുന്ന സമയത്തിലേക്ക് നമുക്ക് കാരക്ക തയ്യാറാക്കാം. ഒരു 20 കാരക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് പകുതി നടു ചീന്തിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞ് ഒഴിവാക്കി വെക്കാം. എല്ലാം അതേപോലെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ അപ്പോൾ ഇതിന് നമ്മൾ ഈ കൂട്ട് ചൂടാറിയിട്ടുണ്ടാവും. ആ ചൂടാറിയ കൂട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചെടുക്കുക. അതായത് ഇതുപോലെ അങ്ങനെ എല്ലാ കാരക്കവും നമുക്ക് കൂട്ട് നിറച്ച് വെക്കാം. ഇനി അതിലേക്കുള്ള മാവ് തയ്യാറാക്കണം. അതിലേക്ക് 1 കപ്പ് മൈദ, കുറച്ച് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്. പഞ്ചസാര ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ദോശമാവിൻ്റെ പാകത്തിൽ ആ മാവ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ദോശക്കുള്ള മാവിൻ്റെ പാകത്തിൽ മാവ് തയ്യാറാക്കിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പം നമ്മൾ തയ്യാറാക്കിയ മാവിലേക്ക് ഓരോ കാരക്ക ഇട്ട് അതിലേക്കൊന്ന് മുക്കിയെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.